Good morning, all. Good morning, Miss. Good morning, Miss. Morning. Morning. കുറെ പേരൊക്കെ പരിചിതമാണെന്ന് തോന്നുന്നു. ആണോ? ആരെങ്കിലൊക്കെ പരിചിതമാണോ? അതെ മാം. കുറച്ചു പേർക്കെങ്കിലും പരിചയമില്ലാത്ത ആളായിരിക്കും. ഇല്ലാത്തവരുമുണ്ട്. മിസ്സിന്റെ പേര് സോളി. കുറച്ചുപേരൊക്കെ നമ്മള് 6 month കോഴ്സ് അത് നമ്മൾ കണ്ടക്ട് ചെയ്തേക്കുന്നത് കൊണ്ട് പരിചിതമായിരിക്കും. പക്ഷെ 19-ലുള്ള കുട്ടികളായിരിക്കും അല്ലേ? കൂടുതലും പരിചയമില്ലാത്തവര് ആണോ? 17-ഉം 18-ഒക്കെ പരിചിതമായിരിക്കും. അപ്പോ നമുക്ക് അറിയാം, നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്തേക്കുന്ന പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇൻട്രൊഡക്ഷൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ക്ലാസ് എടുത്ത് പോകുമ്പോൾ സ്പീഡ് ആണെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാം. അതിയെ നമുക്ക് ഒന്നിച്ച് തന്നെ ഡിസ്കസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. പിജി ആയതുകൊണ്ട് എന്താ പറയാ, എച്ച്ഐയില് അല്ലെ വളരെ സ്ലോയിലൊന്നും പോകാനായിട്ട് സാധിക്കില്ല. ക്വസ്റ്റ്യൻസ് ഇച്ചിരി ടഫ് ഉള്ളതാണ്. പക്ഷെ കുറച്ചും കൂടി ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ വളരെ സിമ്പിളാണ്. പിന്നെ വരുന്ന അല്ലെ 6th 7th മുതലുള്ള ചാപ്റ്റർക്ക് ഇത്തിരി ടഫാണ്. ഒന്നിച്ച് നിന്ന് പോയാൽ മാത്രമാണ് അത് എന്താ പറയാ എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ പരമാവധി തന്നെ മെസ്സേജ് ഒക്കെ അയച്ച് തന്നെ ഷെയർ ചെയ്ത് പോവാം. 17th 18th ഉള്ള കുട്ടികൾക്കൊക്കെ പരിചിതമാണ്. ഞാൻ പൊതുവെ ക്ലാസ് എടുക്കാറുള്ളത് അവരുടെ ഇൻഫോർമേഷൻസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജ് അയച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. എല്ലാവർക്കും നോട്ട്സ് ഒക്കെ കിട്ടിയോ? ഇതിൽ തന്നെ നോട്ട്സ് എന്തെങ്കിലും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പോകാനുള്ളതൊക്കെ നോട്ട് ചെയ്ത് പോകാനായിട്ട് തന്നെ ശ്രമിക്കുക. കിട്ടാത്തവരുമുണ്ട്. എനിവേ പരമാവധി ഒപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം പ്രത്യേകിച്ച് പിജി ആയതുകൊണ്ട് എല്ലാ ടീച്ചേഴ്സും ഇത്തിരി സ്പീഡിൽ പോകും. പിന്നെ അതിലുള്ള കണ്ടന്റ് നമുക്കറിയാം, അത് ഓരോ സെന്റൻസ് ബേസ് ചെയ്തിട്ടല്ല, മൊത്തത്തിൽ നമ്മൾ ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ആക്ച്വലി അത് ഫസ്റ്റിൽ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് പോകുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, അപ്പൊ എന്തായാലും പരമാവധി സ്പീഡിൽ ഒപ്പിക്കാനായിട്ട് ശ്രമിക്കാം. യെസ്, 7 minutes-നുള്ളിലൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഞാൻ പൊതുവെ ലാസ്റ്റ് കാര്യങ്ങളൊക്കെ ഒരു ഇതേമാതിരി തന്നെ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ടൈമൊക്കെ അവൈലബിൾ ആക്കാറുണ്ട്. അറിയാം പിജി ആവുമ്പോൾ ഇച്ചിരി സ്പീഡിൽ പോകേണ്ട വരും. പക്ഷെ എന്നാലും നമുക്ക് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രം മുന്നോട്ട് പോകാനായിട്ടാണ് ശ്രമിക്കാൻ എനിക്കിഷ്ടം. സോ അങ്ങനെ തന്നെ പോകാനായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റലാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും ചോദിക്കേണ്ടതുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റലാണ്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ എന്ത് ഫങ്ഷൻ ആണ് നടക്കണേന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് നമ്മള് കവറേജ് ചെയ്യുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ നടക്കുന്ന ഫങ്ഷൻസ് നമുക്കറിയാം. ബേസിക്കലി അവിടെ രോഗിയെ പരിശീലിക്കുന്നു. ഒപ്പം തന്നെ നല്ല നല്ല അല്ലെ പുറത്ത് സമൂഹത്തിൽ നല്ല നല്ല ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഗവേഷണങ്ങളൊക്കെ നടത്തുന്നു. ഇങ്ങനെ ഹോസ്പിറ്റലില് തീർച്ചയായിട്ടും ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. ഇൻഫോർമേഷൻസ് സൊസൈറ്റിക്ക് നൽകുന്നതോടൊപ്പം തന്നെ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ വയ്യാതെ വരുന്ന പേഷ്യൻസിനൊക്കെ പരിചരണം ലഭ്യമാകും അല്ലെ. തീർച്ചയായിട്ടും ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് നമ്മൾക്ക് ഒരു ക്ലിയർ പിക്ചർ ഉണ്ട്. അത് തന്നെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് അല്ലെ ഈ ഒരു അതുകൊണ്ട് തന്നെ അവസാനിപ്പിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. അതിന്റെ പിക്ചറിൽ കാണുന്ന അതും കാര്യങ്ങൾ മാത്രം നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാനുള്ള പിക്ചറൈസ്
ലഭിച്ചതിൽ കാണുന്നത് തന്നെ നമ്മൾ ക്യാച്ച് ചെയ്താൽ തന്നെ ആ ഒരു ഫങ്ഷൻസ് എന്താന്നുള്ളത് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. എല്ലാ ചാപ്റ്റേഴ്സ് ഇങ്ങനെയല്ല. നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ഒക്കെയുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും കുഴപ്പമില്ല. ഇപ്പോ ഈ മൊഡ്യൂളിലെ പക്ഷേ ഫിഫ്ത്തും അല്ലെ 6th 7th മൊഡ്യൂളിലുള്ള ചാപ്റ്റേഴ്സ് ഇച്ചിരി ടഫാണ്. ഒന്നാമതായിട്ട് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ്, മറ്റൊന്ന് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെയാണ്. അപ്പൊ നമുക്ക് 5th മൊഡ്യൂള് വലിയ കുഴപ്പമില്ലാതെ ഇത്ര സ്പീഡിൽ പോയാൽ അല്ലെ വളരെ വലിയ പ്രശ്നമില്ലാതെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 6th 7th ചാപ്റ്റർ ഒക്കെ ഇച്ചിരി സമയമെടുത്ത് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അത് വളരെ സ്പീഡിലൊന്നും പോകാനായിട്ട് സാധിക്കില്ല. കാരണം ബിഹേവിയറായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, നമ്മുടെ പെരുമാറ്റശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നോക്കാം. അതിൽ എന്താണ് പ്രധാനമായിട്ടും പറയുന്നത് ഫങ്ഷൻസ് ഓഫ് എ ഹോസ്പിറ്റൽ. ഓക്കെ, ഇവിടെ പറയുന്നു എ ഹോസ്പിറ്റൽ ഈസ് ആൻ ഓർഗനൈസേഷൻ വേർ എ ഗാലക്സി ഓഫ് ആക്ടിവിറ്റീസ് ടേക്ക് പ്ലേസ് ഇൻ എ ഡേ. ഓക്കെ, നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഓരോ ദിവസം എന്ത് ആക്ടിവിറ്റിയാണ് നടക്കുന്നത് അല്ലെ. അവിടെ ഓർഗനൈസേഷൻ ആ ഒരു സ്ഥാപനത്തില് തീർച്ചയായിട്ടും നമുക്കറിയാം ഹോസ്പിറ്റലിലെ പരിചരണ പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അല്ലെ. ഒരു ഭാഗത്ത് നമുക്കറിയാം രോഗികളെ പരിശോധിക്കുന്നു, മറുഭാഗത്ത് ശുശ്രൂഷകൾ ചെയ്യുന്നു, മറ്റൊരു ഭാഗത്ത് തീവ്ര പരിചരണ വിഭാഗങ്ങളായിരിക്കും കൈകാര്യം ചെയ്ത്, അതേസമയം മറ്റൊരു ഭാഗത്ത് എന്താണ് എന്തെങ്കിലും റിസർച്ച് ഗവേഷണങ്ങളൊക്കെ ആയിരിക്കും നടത്തുന്നത്. അങ്ങനെ പല വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അത് വ്യത്യസ്ത മേഖലകളിലായിട്ടായിരിക്കും അവിടെ കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം അതിന് അനുയോജ്യമായിട്ടുള്ള കോഴ്സുകളെല്ലാം പഠിച്ച വ്യക്തികൾ അല്ലെ, പ്രൊഫഷണൽ ആയിട്ടുള്ള ആ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും അതാത് കാര്യങ്ങളിലൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. These activities are based on the nature of the service provided by the hospital and its quantity only depends on the size and the demand of the hospital service. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്. ചില ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലാണ്, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് അല്ലെ. നമുക്കറിയാം വലിയ വലിയ ഹോസ്പിറ്റലാണെങ്കിൽ വിവിധ അല്ലെ ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ അവിടെയുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം നെഫ്രോളജി, കാർഡിയോളജി അങ്ങനെയൊക്കെ വിവിധങ്ങളായിട്ടുള്ള വിഭാഗങ്ങൾ കേന്ദ്രീകരിക്കുന്ന വലിയ വലിയ ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഹോസ്പിറ്റലിലെ ഓരോ വിഭാഗത്തിനും പ്രത്യേകമായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾ ചിലപ്പോൾ അവിടെ തന്നെ അതുമായി ബന്ധപ്പെട്ട റിസർച്ച് കാര്യങ്ങളൊക്കെ നടത്തി പോകുന്ന സെന്ററുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേസമയം സ്മോൾ സൈസ് ഉള്ള ഹോസ്പിറ്റലുകളുമുണ്ട് അല്ലെ. ഇതെല്ലാം കൂടി ഒന്നിച്ച് ഒരു ഇതിൽ തന്നെ അല്ലെ എല്ലാം ഒരു ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഒരു ചെറിയ സ്ഥാപനമായിട്ട് മുന്നോട്ട് പോകുന്ന ഹോസ്പിറ്റലുകളുമുണ്ട്. അതേസമയം ഇങ്ങനെയുള്ള സർജറി വിഭാഗങ്ങളൊന്നും ഇല്ലാതെ നമുക്കറിയാം നമ്മൾ പഠിച്ചേക്കുന്നതാണ് ക്ലിനിക്കൽ സെന്റർ പോലെയുള്ള ഹോസ്പിറ്റലുകളൊക്കെയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഏത് ഹോസ്പിറ്റൽ ആണെങ്കിലും ഹെൽത്തുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത്. ബേസ് ചെയ്യുന്നത് അവിടുത്തെ സൈറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഹോസ്പിറ്റലിലെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ സാധ്യമാകുന്നത്. The functions of a hospital differ from a word's mouth. It highly depends on the perspective of a person. Okay, നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഓരോരുത്തർക്കും അതിനെ അല്ലെ നിർവഹിച്ചെടുക്കാനായിട്ട് സാധിക്കും. കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പറയും അല്ലെ, നമ്മൾ പറയും അവിടെ ചെല്ലുന്ന അമ്മ ചിലപ്പോൾ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അവരെ ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ അനുഭവത്തിൽ നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ അവർ പറയും എന്താണ് ഓക്കെ അത് വേദനിക്കുന്ന ഒരു സെന്റർ അവരുടെ മൈൻഡൊക്കെ ആയിരിക്കും അവരെ സംബന്ധിച്ച്. അതേസമയം മുതിർന്നവരാണെങ്കിൽ അല്ലെ അവർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻ കേസ് അവർക്ക് എന്താ പറയാ ജസ്റ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്താൽ മാത്രം മതി അവരുടെ രോഗം ഭേദമാവും. കാരണം അവരുടെ ബിലീഫ്സ് മുഴുവൻ എന്താണ് ഹോസ്പിറ്റലിൽ എത്തിപ്പെടണം എന്നുള്ള ഒരു മൈൻഡ് ആയിരിക്കും. അങ്ങനെ തോന്നാറില്ലേ ചില പ്രായമായവരൊക്കെ? അങ്ങനെ തോന്നാറുണ്ടോ? അല്ലെ, കാരണം അവർക്ക് ചിലപ്പോ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അത് ഹോസ്പിറ്റലിൽ പോയില്ലേലും മാറി പോകും. പക്ഷെ എങ്കിലും അവരുടെ വിശ്വാസം എന്താണ് ഹോസ്പിറ്റലിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അസ്വസ്ഥ അല്ലെ അസുഖം മാറും എന്നുള്ളൊരു മൈൻഡാണ് അവർക്ക്. സോ നമുക്കറിയാം ഹോസ്പിറ്റലിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. വ്യത്യസ്ത വ്യക്തികൾക്ക് വ്യത്യസ്ത രീതിയിൽ തന്നെ അതിനെ നിർവചിക്കാം. തീർച്ചയായിട്ടും വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ നമുക്ക് അറിയാവുന്ന പ്രധാനപ്പെട്ട കാര്യം അല്ലെ, നമ്മൾ ഹോസ്പിറ്റലിൽ പഠിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചതുകൊണ്ട് തന്നെ നമുക്കറിയാം അവിടെ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് നടക്കുന്നതെന്നുള്ള പ്രധാനമായിട്ടും കുറെ ഡിപ്പാർട്ട്മെന്റ് അല്ലെ നമ്മളെല്ലാ 6 month കോഴ്സിൽ എല്ലാം തന്നെ കവർ ചെയ്ത് കഴിഞ്ഞതാണ്. സോ നമുക്കറിയാം അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് അല്ലെ, ആരോഗ്യപരമായിട്ട്
ഓരോ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട ചികിത്സാ കാര്യങ്ങള്, കണ്ടുപിടുത്ത കാര്യങ്ങള്, അതിന്റെ ട്രീറ്റ്മെന്റ് അല്ലെ, എല്ലാം തന്നെ ചിലപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള ഹോസ്പിറ്റലുകളുണ്ട് അല്ലെ. ഇപ്പൊ ഇൻ കേസ് നമുക്കറിയാം അലോപ്പതി, ആയുർവേദ, യുനാനി അല്ലെ, വിവിധങ്ങളായിട്ടുള്ള ഹോസ്പിറ്റലുണ്ട്. അതിലെല്ലാം വ്യത്യസ്ത ചികിത്സാ രീതികളാണ്. പക്ഷെ എല്ലായിടത്തും കോമൺ എന്താണ്? ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെ, ഹെൽത്തിനെ സംരക്ഷിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അവിടേക്ക് നടപ്പാക്കി പോകുന്നത് അല്ലെ. എല്ലാ ഹോസ്പിറ്റൽ എല്ലാത്തിന്റെയും നിയമം തന്നെയില്ലേ? യുനാനി മെഡിസിൻ ആണെങ്കിലും അല്ലെ, എന്താണ് നാച്ചുറോപ്പതി ആണെങ്കിലും അല്ലെ, ആയുർവേദ ചികിത്സയാണെങ്കിലും എല്ലായിടത്തും നമുക്കറിയാം ഹെൽത്തുമായി ബന്ധപ്പെട്ട, ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം. ബട്ട് യൂഷ്വലി ദ ഫങ്ഷൻസ് ഓഫ് എ ഹോസ്പിറ്റൽ ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് ഫോളോസ്. നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം ഏകദേശം ധാരണ അതിന്റെ, പക്ഷെ കാറ്റഗറൈസ് ചെയ്തിട്ട് തന്നെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ക്യൂറേറ്റീവ് ഫംഗ്ഷൻ ആണ്, then second one preventive function, then third one training functions, and fourth one research functions. Okay, curative functions, preventive functions, training functions, research functions. ഓക്കെ, അപ്പൊ ഇവിടെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതായത് ഏതൊക്കെ രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം ഫംഗ്ഷൻസിനെ നമുക്കറിയാം. ടൈപ്സ് ഓഫ് കാറ്റഗറൈസേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്യൂറേറ്റീവും പ്രിവെന്റീവും ട്രെയിനിങ്ങും റിസർച്ച് ഫംഗ്ഷൻസ് ഒക്കെയാണ്. തീർച്ചയായിട്ടും ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ വരാം. നമ്മളുടെ സൈസിന് വേരിയേഷൻസ് അനുസരിച്ചിട്ട് തന്നെ ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. നമുക്കറിയാം ചിലയിടത്തൊക്കെ റിസർച്ചും കാര്യങ്ങളൊന്നും നടത്താനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അവിടെ അതിനുള്ള സൗകര്യത്തോട് കൂടിയിട്ടല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ തീർച്ചയായിട്ടും പേഷ്യൻസിന് സർവീസ് അല്ലെ, അവർക്കൊരു സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമായിരിക്കും. അപ്പൊ അത് തീർച്ചയായിട്ടും അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ, ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻസ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് സൈസ്, അതിന്റെ സൈസ് ഒക്കെ അനുസരിച്ചിട്ട്, അതിന്റെ ആ ഫെസിലിറ്റീസ് ഒക്കെ അനുസരിച്ചിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. ചെറിയ മിക്കപ്പോഴും നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, വലിയ വലിയ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. സിമ്പിൾ ചാപ്റ്റർ ആയതുകൊണ്ട് അല്ലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിക്കാനില്ല. ജസ്റ്റ് അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകാം. ഇനി ക്യൂറേറ്റീവ് ഫംഗ്ഷൻസിൽ എന്താണ് പകടയെന്ന് നോക്കാം. അതിന്റെ ആ പിക്ചറിൽ തന്നെ നമുക്കറിയാം അവിടെ എന്താണ് സംഭവിക്കുന്നത് അല്ലെ. അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു പരിചരണമാണ് അവിടെ കാണിക്കുന്നത് അല്ലെ. It is a primary function of the hospital and focused on providing patient care. Okay, അപ്പൊ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഏത് ഫംഗ്ഷനെയാണ് നമ്മൾ പ്രൈമറി ഫംഗ്ഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? ക്യൂറേറ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, ക്യൂറേറ്റീവ് ഫംഗ്ഷനെയാണ് നമ്മൾ പ്രൈമറി ഫംഗ്ഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതെന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? പ്രൊവൈഡിങ് പേഷ്യന്റ് കെയർ, പേഷ്യന്റിന് അല്ലെ കെയർ കൊടുക്കുക, സംരക്ഷണം, അവരുടെ രോഗങ്ങൾക്ക് ആശ്വാസം പകരുന്ന കെയർ അല്ലെ, അത് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവിടെ നടപ്പാക്കുന്നത്. രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. ഇറ്റ് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ ഫോക്കസ്ഡ് ഓൺ പ്രൊവൈഡിങ് പേഷ്യന്റ് കെയർ. Okay, it means any type of care given to the patient by the health team members also includes health education to patients. Okay, ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? ഏത് തരത്തിലുള്ള കെയറും കൊടുക്കുക അല്ലെ. നമുക്കറിയാം കിഡ്നി പേഷ്യന്റിന് കൊടുക്കുന്ന കെയർ ആയിരിക്കും ഒരു ന്യൂറോ പേഷ്യന്റ് അല്ലെ, അല്ലെങ്കിൽ നെഫ്രോളജി, ന്യൂറോളജി, കാർഡിയോളജി എന്നൊക്കെ ഉള്ള വിഭാഗത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് ന്യൂറോയും നെഫ്രോയും ഒക്കെ അല്ലെ, അങ്ങനെ വേരിയേഷൻസ് വരാതിരിക്കാൻ തന്നെ ശ്രമിക്കാം അല്ലെ. ന്യൂറോളജി വിഭാഗം എന്ന് പറയുമ്പോൾ നെർവുമായി ബന്ധപ്പെട്ട വിഭാഗമാണ് അല്ലെ. അപ്പൊ വ്യത്യസ്ത പേഷ്യൻസിന് വ്യത്യസ്ത പരിചരണമാണ് കൊടുക്കണേ എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. പക്ഷെ മെയിൻലി മനസ്സിലാക്കാം ുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ അപ്പൊ പേഷ്യൻസിന്റെ ആവശ്യകത എന്താണോ അതിനനുസരിച്ചിട്ടുള്ള കെയർ ആണ് കൊടുക്കുന്നത്. അത്ര മാത്രമാണ് ഒരു വേരിയേഷൻ ഉള്ളൂ. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് പേഷ്യന്റ് കെയർ കൊടുക്കുക എന്നുള്ള പ്രവർത്തനമാണ് ക്യൂറേറ്റീവ് ഫംഗ്ഷൻസിൽ. പേഷ്യൻസിന്റെ ആവശ്യകത അനുസരിച്ചിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കെയർ ആണ് അവർക്ക് ലഭ്യമാണ്. വീണ്ടും നമുക്കറിയാം ഓൾസോ ഇൻക്ലൂഡ്സ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ടു പേഷ്യൻസ് അല്ലെ. ഇവിടെ വീണ്ടും മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ പേഷ്യന്റ് നമുക്കറിയാം തീർച്ചയായിട്ടും ചികിത്സാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവർ പറയും അല്ലെ, കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ പറയും. ഇന്ന എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കണം, ഇന്ന ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കണം. ഓരോ പേഷ്യൻസിന്റെയും രോഗാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലായിരിക്കും അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് അല്ലെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വീട്ടിലേക്ക് പറഞ്ഞു തുടങ്ങും.
ഇപ്പൊ രണ്ട് കാര്യങ്ങൾ സാധാരണയായിട്ട് പേഷ്യന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് എല്ലാവർക്കും ലഭ്യമാകുന്നതാണ്. ഒന്നാമതായിട്ട് പേഷ്യൻസിന് അതിന് അനുയോജ്യമായിട്ടുള്ള കെയർ കിട്ടുന്നു. ഒപ്പം തന്നെ അല്ലെ വിവരണാത്മകമായ രീതിയിലുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ കിട്ടുന്നു. അല്ലെ ഈ രണ്ട് കാര്യങ്ങൾ ഏത് ഫംഗ്ഷനിലാണ് വരുന്നത്? ക്യൂറേറ്റീവ് ഫംഗ്ഷൻ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഇൻട്രൊഡക്ഷൻ എന്താണെന്നും ഓക്കെ അല്ലേ? ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ഫംഗ്ഷൻസ് ഉണ്ട്. ദെൻ നമ്മൾക്ക് അറിയാം 4 കാറ്റഗറിയാണ് അവിടെ വന്നിരിക്കുന്നത്. ക്യൂറേറ്റീവ് ഫംഗ്ഷൻസ്, ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് പ്രിവെന്റീവ്, ദെൻ തേർഡ് വൺ ട്രെയിനിങ്, ദെൻ ഫോർത്ത് റിസർച്ച് ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പൊ ക്യൂറേറ്റീവ് ഫംഗ്ഷൻസിൽ ചെറിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും വളച്ചും തിരിച്ചു ചോദിക്കാവുന്നതാണ്. അതായത് നമുക്ക് അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. പ്രൊവൈഡ് പേഷ്യന്റ് കെയർ ആണ്. പിന്നെ എന്താണ് അവിടെ പ്രൈമറി ഫംഗ്ഷൻ ആണ്. മറ്റൊന്ന് പറയുന്ന ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പേഷ്യന്റിന്റെ രോഗത്തിനനുസരിച്ചിട്ടുള്ള കെയർ അവർക്ക് ലഭ്യമാകും. ഓക്കെ അല്ലേ? ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. പ്രിവെന്റീവ് ഫംഗ്ഷൻ. ഇതൊന്നും കൂടുന്നില്ലല്ലോ. അറിയാവുന്ന പിള്ളേരൊക്കെയാണ്, അറിയാത്തവരെ പരിചിതമല്ലാത്തവരെ ഒക്കെ അല്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. പ്രിവെന്റീവ് ഫംഗ്ഷൻ. ഓക്കെ, പ്രിവെന്റീവ് ഫംഗ്ഷൻസിൽ നോക്കി ഇവിടെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. അവിടെ ഓരോരുത്തർക്കും എഡ്യൂക്കേഷൻ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അല്ലെ, സമൂഹത്തിന് ലഭ്യമാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഓരോന്നിലും നോക്കിക്കഴിഞ്ഞാൽ അറിയാം. റെഗുലർ ചെക്കപ്പ്, നമുക്കറിയാം ഷുഗർ പ്രഷർ ഒക്കെ നോക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മള് അല്ലെ നോക്കുന്ന. പ്രത്യേകിച്ച് നമുക്കറിയാം ഏജ് കഴിയുമ്പോഴൊക്കെ തീർച്ചയായിട്ടും എന്തെങ്കിലും പരമ്പരാഗതമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് രോഗികൾ വരുന്നു. അതേപോലെ തന്നെ വാക്സിൻ അല്ലെ, എന്തെങ്കിലുമൊക്കെ വാക്സിൻ ഒക്കെ കൊടുക്കേണ്ട സമയത്ത് അല്ലെ, പ്രത്യേകിച്ച് നമുക്കറിയാം കുട്ടികളായിരിക്കുന്ന ടൈമിലൊക്കെ ഇന്ന സമയങ്ങളിലൊക്കെ വാക്സിൻ കൊടുക്കും. പ്രതിരോധശേഷി നേടിയെടുക്കാനായിട്ടുള്ള വാക്സിനേഷൻ കാര്യങ്ങൾ. ക്യാൻസർ അല്ലെ, അവിടെ സ്ക്രീനിങ്, തീർച്ചയായിട്ടും രോഗം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്കിങ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ കുട്ടി മുൻകൂട്ടി കണ്ടുപിടിക്കുക അല്ലെ, പ്രിവെന്റീവ് കെയർ മുൻകൂട്ടി കണ്ടുപിടിക്കുക. വാക്സിൻ, നമുക്ക് മുൻകൂട്ടി രോഗം വരാനായിട്ടുള്ള സാധ്യതകൾക്ക് മുൻകൂട്ടി വാക്സിനേഷൻ. പിന്നെ പരമ്പരാഗതമായിട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ പ്രതിരോധ ചെക്കപ്പ് അല്ലെ, അതൊരു പ്രിവെന്റീവ്, ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ലഭ്യമാകുന്ന ഫംഗ്ഷൻസ് ആണ് അല്ലെ. എന്താണ് പ്രഗ്നൻസി ആൻഡ് ന്യൂബോൺ കെയർ. തീർച്ചയായിട്ടും പ്രഗ്നൻസി ടൈമിലൊക്കെ നമുക്കറിയാം അല്ലെ, ജനിക്കുന്ന കുട്ടികൾക്ക് നല്ല ആരോഗ്യത്തോടുകൂടി കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള നേരത്തെ കുട്ടിയുള്ള പരിചരണങ്ങൾ അല്ലെ. പ്രോട്ടീൻ കെയർ ഫോർ ചിൽഡ്രൻ, നമുക്കറിയാം അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജുകൾ വരെയുള്ള പരിചരണം. തീർച്ചയായിട്ടും ഈ വാക്സിനും അതേമാതിരി തന്നെ അവരുടെ അല്ലെ കൃത്യമായിട്ടുള്ള ഏജിനനുസരിച്ചിട്ടുള്ള വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി കുട്ടികളെ വളർത്തിയെടുക്കാനായിട്ടുള്ള പരിശീലനങ്ങൾ. തീർച്ചയായിട്ടും അതൊക്കെ ഒരു മുൻകരുതലുകളാണ് അല്ലെ. അസുഖങ്ങൾ വരാതിരിക്കാൻ നല്ല സ്മാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ അസുഖങ്ങളെ തടുക്കാൻ പ്രതിരോധിക്കാനായിട്ടുള്ള ശേഷി ഡെവലപ്പ് ചെയ്തെടുക്കുന്ന അല്ലെ പ്രത്യേകമായിട്ടുള്ള പരിശീലനങ്ങളാണ്. പേഷ്യന്റ് കൗൺസിലിംഗ്. ഓക്കെ, പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇച്ചിരി ഏജിലൊക്കെ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ, ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ച് ചില കാര്യങ്ങളൊക്കെ ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ട് അല്ലെ, അവരുടെ രോഗത്തിന്റെ ശുശ്രൂഷ മാത്രം മീൻസ് മെഡിസിൻ മാത്രം കൊണ്ട് രോഗം മറികടക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. ഒരു കൗൺസിലൊക്കെ നടത്തി അവരുടെ ബോൾഡായിട്ട് അല്ലെ മൈൻഡിനെ നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു പ്രിവെന്റീവ് ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ്, മെഡിക്കൽ ടെസ്റ്റുകൾ. നമുക്കറിയാം എല്ലാ തരത്തിലുള്ള മെഡിക്കൽ കാര്യങ്ങളുടെ ആവശ്യമായിട്ടുള്ള ചിലപ്പോൾ നമുക്കറിയാം ചില രോഗങ്ങളൊക്കെ ഒരു സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ടെസ്റ്റുകളാണ് അല്ലെ. അതാണോ തീർച്ചയായിട്ടും നമുക്കറിയാം ക്യാൻസർ കാര്യങ്ങളിലൊക്കെ അത് ഉണ്ടായിട്ടല്ല നമ്മള് ചിലപ്പോ ബയോപ്സിക്കൊക്കെ അയക്കുന്നത്. ബയോപ്സിക്ക് അയക്കുന്നത് ഉണ്ടോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻ എടുക്കണം. ഇല്ലെങ്കിൽ നമുക്കറിയാം അതിന്റെ കെയർ അല്ലെ, അതിന്റെ ചികിത്സ കാര്യങ്ങളൊന്നും നടപ്പാക്കേണ്ട കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു പ്രിവെൻഷൻ ആണ് അത് നടപ്പാക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ എപ്പോഴും അസുഖങ്ങൾ വന്നതിന് ശേഷം മാത്രമല്ല ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അല്ലെ, ശരിയല്ലേ? എപ്പോഴും അസുഖങ്ങൾ വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ പോവാറ് അല്ല, അല്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ ഹോസ്പിറ്റലിനെ സമീപിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ സമീപിക്കുന്നത് അസുഖങ്ങൾ വന്നതിന് ശേഷമല്ല അല്ലെ. ഇപ്പൊ പ്രഗ്നൻസി ഓക്കെ, നമ്മൾ പ്രഗ്നൻസി ആയതിനു ശേഷം കുട്ടികൾക്ക്
വയ്യായ്ക വരുന്നതിന് മുമ്പ് അല്ലെ, അവർക്ക് നല്ല ബോഡി ആവാറുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരു മുൻകരുതലുകളാണ് ഇവിടെ. അതാണ് ആ പ്രിവെന്റീവ് കെയറിൽ പ്രധാനമായിട്ട് ഓക്കെ വാക്സിനേഷനൊക്കെ മുൻകരുതലായിട്ടുള്ള കാര്യങ്ങളാണ്. ക്യൂറേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പേഷ്യന്റ് ആയിട്ട് നമ്മൾ ചെല്ലുന്നു, നമുക്ക് അതിനനുസരിച്ചുള്ള പരിചരണം, ഏത് അസുഖമാണോ അതിനനുസരിച്ചുള്ള പരിചരണം കിട്ടുന്നു, നമുക്ക് അതിനനുസരിച്ചുള്ള നിർദ്ദേശൻസ് അല്ലെ സജഷൻസ് കിട്ടുന്നു, അതായത് എഡ്യൂക്കേഷനും കിട്ടുന്നു. അതാണ് ക്യൂറേറ്റീവ്. പ്രിവെന്റീവ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ തിരിച്ചറിയാം പ്രിവെന്റീവ് മുൻകരുതലായിട്ടുള്ള ഫങ്ഷൻസ് ആണ് അവിടെ നടപ്പാക്കുന്നത്, അസുഖങ്ങൾ വരുന്നതിന് മുൻപുള്ള അല്ലെ ട്രീറ്റ്മെന്റ്. ഓക്കെ, ഇത് നല്ല പിക്ചറിൽ നിന്ന് പറഞ്ഞതല്ല നല്ല മനസ്സിലാക്കി കാണും. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എമർജിംഗ് സെക്കൻഡറി ഫങ്ഷൻ ഫോർ ദ ഹോസ്പിറ്റൽ ആൻഡ് കൺസേൺഡ് വിത്ത് ദ ഹെൽത്ത് പ്രൊമോഷൻ. ഓക്കെ, അപ്പൊ അവിടെ പറയുന്നുണ്ട് ഇത് ഏത് തരത്തിലുള്ള ഫങ്ഷൻ ആണെന്ന് പറയുന്നത് സെക്കൻഡറി ഫങ്ഷൻ, പ്രൈമറി ഫങ്ഷൻ അല്ല, സെക്കൻഡറി ഫങ്ഷൻ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് വിത്ത് ദ ഹെൽത്ത് പ്രൊമോഷൻ, നമ്മുടെ ആരോഗ്യം ഒന്നുകൂടി അല്ലെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി, നിർത്തിയെടുക്കുന്നതിന് വേണ്ടി, നല്ല ആരോഗ്യവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഫങ്ഷനാണ് പ്രിവെന്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. It is oriented towards providing preventive service through a community health center. തീർച്ചയായിട്ടും വാക്സിനും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പ്രഗ്നൻസി ടൈമിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് പൊതുവെ വലിയ വലിയ ഹോസ്പിറ്റലിൽ മാത്രം പോയിട്ടല്ല നേടിയെടുക്കുന്നത് അല്ലെ. ഹെൽത്ത് സെന്ററിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അല്ലെ CHS നമ്മളൊക്കെ പഠിച്ചതാണ്. 6 month കോഴ്സിലൊക്കെ അത് നമ്മൾ പഠിച്ചു പോയതാണ് അല്ലെ. എവിടെയൊക്കെയാണ് ആരോഗ്യ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ഗവൺമെന്റ് ലഭ്യമാക്കുന്ന കാര്യങ്ങളാണ്. സോ അതെല്ലാം എന്താണ് സെക്കൻഡറി ഫങ്ഷൻ ആണ്. ഓക്കെ, ഇപ്പൊ സർവീസ് ത്രൂ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ഇതൊക്കെ ജസ്റ്റ് ചോദിക്കാം ഈ സെക്കൻഡറി ഫങ്ഷൻസ് ഏത് രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം. കമ്മ്യൂണിറ്റി ഓപ്ഷനിൽ നമുക്കറിയാം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. സോ ഇറ്റ് ഈസ് oriented towards providing preventive service through a community health center. It is focused more on the social aspect of health, and also it takes an active role to improve the health of the population. Okay, ഇത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യ കാര്യങ്ങളൊക്കെയാണ്. അതായത് സമൂഹത്തിന് നല്ല ആരോഗ്യവാന്മാരാക്കിയ വ്യക്തികളാക്കിയിട്ടുണ്ട് അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം രാജ്യത്തിനെ സംബന്ധിച്ച് അല്ലെ, രാജ്യത്തിനെ സംബന്ധിച്ച് ആരോഗ്യമുള്ള ജനത എന്ന് പറയുന്നത് വ്യവസ്ഥിതി തന്നെയാണ് അല്ലെ, ഒരു ഹ്യൂമൻ റിസോഴ്സ് ആണ് തീർച്ചയായിട്ടും ആരോഗ്യമുള്ള ജനത എന്ന് പറയുന്നത്. സോ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഫ്രീ ആയിട്ട് ഇത്തരത്തിലുള്ള ഹെൽത്ത് കാര്യങ്ങൾക്കൊക്കെ ആനുകൂല്യങ്ങളൊക്കെ ഗവൺമെന്റ് ഒക്കെ ലഭ്യമാക്കി തരുന്നത്. കാരണം നമ്മുടെ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സസ് ആ ഒരു റിസോഴ്സസ് നല്ല ആരോഗ്യമുള്ള റിസോഴ്സസ് ആവാനായിട്ട് അല്ലെ. വയ്യാത്ത കുറെ ഹ്യൂമൻ ഉണ്ടായിട്ട് നമുക്കറിയാം അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതൊന്നും മാനേജ് ചെയ്യാൻ സാധിക്കില്ല അല്ലെ. കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യം തന്നെ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ അസറ്റ് എന്ന് പറയുന്നത് വലിയൊരു അസറ്റാണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. ആ ഹ്യൂമൻ റിസോഴ്സസ് നല്ല ആരോഗ്യമുള്ള റിസോഴ്സസ് ആണെങ്കിലാണ് നമുക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകുന്നു അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് തീർച്ചയായിട്ടും ഈ ഹെൽത്ത് പ്രൊട്ടക്ഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ. എവിടെയും കമ്മ്യൂണിറ്റി സെന്ററുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വാക്സിനും ഒക്കെ നല്ല ഫ്രീ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ചെക്കപ്പും കാര്യങ്ങൾക്കൊക്കെ അല്ലെ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നോക്കാം പ്രിവെന്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ഫങ്ഷൻ. പ്രിവെന്റീവ് ഫങ്ഷനിൽ നടപ്പാക്കുന്നത് എല്ലാം തന്നെ എന്താണ് ലഭ്യമാണ് അല്ലെ. അവിടെ ആരോഗ്യം കുറച്ചും കൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അസുഖങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ട്രീറ്റ്മെന്റ് വാക്സിനേഷനും കാര്യങ്ങളൊക്കെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ അത് നോട്ട് ചെയ്യുക. It is focused on more on the social aspect of health, and also it takes an active role to improve the health of the population. Okay, ജനസംഖ്യയുടെ ആരോഗ്യം അല്ലെ കുറച്ചും കൂടി ഡെവലപ്പ് ഇൻ കേസ് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള അല്ലെ ഒരു ശേഷി. നമുക്കറിയാം കോവിഡ് സമയത്തൊക്കെ വാക്സിൻ അല്ലെ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ നടപ്പാക്കാനൊക്കെ ആയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് അവിടുത്തെ ആരോഗ്യത്തിനെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള വാക്സിനേഷനും കാര്യങ്ങളൊക്കെ ഏത് ഫങ്ഷനിലാണോ പ്രഗ്നന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ചോദിച്ചാൽ പേഷ്യന്റിന് കൗൺസിലിംഗ് കൊടുക്കുക, മെഡിക്കൽ ടെസ്റ്റുകൾ, അതല്ലെങ്കിൽ ക്യാൻസർ സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിട്ട് തന്നിട്ട് ഇത് ഏത് ഫങ്ഷൻ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെക്കണം ഇത് പ്രിവെന്റീവ് ഫങ്ഷൻ ആണ്. ഓക്കെ ആണോ?
എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് വായിച്ചു പോവുക. പ്രത്യേകിച്ചൊന്നുമില്ല അല്ലെ? കാരണം നമുക്കൊരു ചെറിയ ടീച്ചറും കാര്യങ്ങളാണ്, നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓക്കെ, നമുക്ക് 2 ഭാഗം കൂടിയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പോയേക്കാം. ട്രെയിനിങ് ഫങ്ഷൻസ്. നമുക്കറിയാം ട്രെയിനിങ് നമ്മൾ പറഞ്ഞു, ചെറിയ ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അതിന്റെ സൈസ് അനുസരിച്ചിട്ടുള്ള ഫങ്ഷൻസിന്റെ വേരിയേഷൻസ് ഉണ്ടാവും. അതേസമയം വലിയ വലിയ ഹോസ്പിറ്റലിൽ നമുക്കറിയാം അവിടെ തന്നെ നഴ്സിംഗ് സ്റ്റുഡൻസ് ഉണ്ടാവും, അവർക്ക് അതേമാതിരി തന്നെ ഡോക്ടേഴ്സ്, ജൂനിയർ ഡോക്ടേഴ്സും കാര്യങ്ങൾ അല്ലെ, അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർ ഒരുപാട് പേരൊക്കെ ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാണ് അവർക്ക് പഠിക്കാനുള്ള സൗകര്യം കൂടി അവിടെ പ്രദാനം ചെയ്യുന്നത്. ആ ഫങ്ഷൻ ഹോസ്പിറ്റലിന്റെ സൈസിന്റെ വേരിയേഷൻസ് അനുസരിച്ചിട്ട് ഡിഫറെന്റ് ആയിരിക്കും. തീർച്ചയായിട്ടും ട്രെയിനിങ് ഫങ്ഷൻസ് കൊടുക്കുന്നതും ഹോസ്പിറ്റലിന്റെ ഒരു ഫങ്ഷന്റെ ഭാഗമാണ്. It is a secondary function and is concerned with providing training and education course for the professional and technical personnel who provide health service. Okay, primary functionil തന്നെയാണ് ഇതെല്ലാം സെക്കൻഡറി ഫങ്ഷൻ തന്നെയാണ്. സെക്കൻഡറി ഫങ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, is concerned with the providing training. അല്ലെ, ഇവിടെ ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ അറിയാം അല്ലെ, കുറെ പേരുകള് ചുവത്ത് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറേതൊക്കെ എന്താ പറയുക മൈക്രോസ്കോപ്പും സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കുന്ന തരത്തിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ടെക്നീഷ്യന്മാരുമുണ്ട്, അതേമാതിരി തന്നെ എന്നാ കുറെ കാര്യങ്ങൾ പഠിക്കുന്ന വ്യക്തികളും എല്ലാവരും കാണാം അല്ലെ. നമുക്കറിയാം ഡോക്ടേഴ്സും അതേമാതിരി ടെക്നീഷ്യന്മാരും നഴ്സുമാരും എല്ലാവരും തന്നെ എക്സ്പീരിയൻസ് നൽകുന്നത് വിവിധ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് അല്ലെ. അവിടെ നിന്ന് കിട്ടുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് എന്താണ് അക്കാദമിക് ആയിട്ടുള്ള നേടിയിരിക്കുന്ന വിവരത്തിനോടൊപ്പം പ്രാക്ടീസ് കൂടി നേടുമ്പോഴാണ് അവർ ഏബിൾ ആവുന്നത് അല്ലെ, എല്ലാ കാര്യത്തിലും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറുന്നത്. സോ ട്രെയിനിങ് ഫങ്ഷൻസ് അത് തീർച്ചയായിട്ടും ലഭ്യമാക്കുന്നത് ഇത്തരത്തിലെ ഹോസ്പിറ്റലിന്റെ സർവീസിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. It is a secondary function and is concerned with providing training and education courses for the professional and the technical personnel who provide health service. Okay, അപ്പൊ നമുക്കറിയാം അക്കാദമിക് ആയിട്ട് പഠിച്ചിരിക്കുന്ന കുറേതിനോടൊപ്പം തന്നെ ട്രെയിനിങ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നോളജ് കിട്ടും, എഡ്യൂക്കേഷൻ കുറച്ചും കൂടി കിട്ടുന്നു. അതോടൊപ്പം തന്നെ അത് ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് കിട്ടുന്നു അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ട്രെയിനിങ്ങിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അതായത് അറിവും ലഭ്യമാകുന്നു, ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസും ആത്മവിശ്വാസവും. കാരണം അറിവുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം നമ്മളെ തന്നെ അറിയും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അത് ലഭ്യമാകുന്നതും എവിടെ നിന്നാണ്, ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലിന്റെ ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് തന്നെയാണ് ലഭ്യമാകുന്നത്. അപ്പൊ നെക്സ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ട്രെയിനിങ് ഫങ്ഷൻ. ഓക്കെ, പ്രത്യേകിച്ചൊന്നും അതില് അറിയാനില്ല. ജസ്റ്റ് നോട്ട് ചെയ്യാം, ഇതൊരു ഏത് ഫങ്ഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി വയ്ക്കുക, സെക്കൻഡറി ഫങ്ഷൻ ആണ്. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് ഇതിനുള്ള ഒരു സാധ്യത അവിടെ അവൈലബിൾ ആകുന്നത്. പിന്നെ എന്താണ്, അവിടെ ഹെൽത്ത് സർവീസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവർക്ക് അല്ലെ വ്യക്തികൾക്കൊക്കെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. റിസർച്ച് ഫങ്ഷൻ. റിസർച്ച് എന്ന് പറയുമ്പോഴും നമുക്കറിയാം കുറച്ചും കൂടി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെ ഗവേഷണങ്ങൾ നടത്തുന്ന ഒരു ഘട്ടത്തിലേക്ക്. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു മനുഷ്യന്റെ അല്ലെ ഹ്യൂമൻ ബീയിങ്ങിന്റേതായിട്ടുള്ള ഒരു ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മേഖലകളിൽ തന്നെ റിസർച്ച് നടത്തണം അല്ലെ. അങ്ങനെ നമ്മളിപ്പോ ഏത് രീതിയിൽ റിസർച്ച് അല്ലെ ഏത് മിക്കവാറും നമുക്കറിയാം ആദ്യം തന്നെ ഹ്യൂമൻ പരിശോധന അല്ലെ ആ ഒരു പരീക്ഷണം നടത്തൂല. പൊതുവെ വലിയ വലിയ പരീക്ഷണങ്ങളൊക്കെ ഏതെങ്കിലും ജീവികളിലൊക്കെ നടത്തിയതിനു ശേഷമാണ് ഹ്യൂമൻ ബീയിങ്ങിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അല്ലെ. ശരിയാണോ? ശരിക്കും നടത്തുമോ അല്ലെ? പക്ഷെ അവിടെ നമുക്കറിയാം ഗവേഷണങ്ങൾ നടത്തുന്നത് എപ്പോഴും ബോഡിയിലേക്കും അല്ലെങ്കിൽ മാത്രമല്ല, നമുക്കറിയാം ബ്ലഡ് അല്ലെങ്കിൽ അല്ലെ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള സെവൻസ് ഉണ്ട്. നമുക്കറിയാം ഒരുപാട് നീര് അല്ലെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളിൽ നിന്നും നമുക്കറിയാം അവിടെ ജീവികളും സംഭവങ്ങളൊക്കെ എടുത്ത് ഗവേഷണങ്ങളൊക്കെ നടത്തി വളരെ സൂക്ഷ്മമായിട്ട് ഗവേഷണങ്ങൾ നടത്തിയതിനു ശേഷം നമുക്കൊരു ഫൈനലൈസേഷൻ എത്തിപ്പെടാൻ പറ്റുള്ളൂ. കാരണം ഹ്യൂമന്റെ അല്ലെ മനുഷ്യ ജീവിതത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരിക്കലും ഒരു തരത്തിലും അത് മിസ്യൂസ് ചെയ്യാൻ അല്ലെ ആ ഒരു ഗവേഷണം വളരെ മോശമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആരോഗ്യത്തിനെ വളരെയധികം അത് ബാധിക്കും. സോ
വളരെ കൃത്യമായിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. This is secondary function. So അതും നമുക്കറിയാം ഇതൊരു സെക്കൻഡറി ഫംഗ്ഷൻ ആണ്. And concerned with conducting the health related research that focuses on the improvement of the health or prevention of the diseases. Okay, നമ്മളിപ്പോ ഈ വാക്സിൻ ഒക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ആരെങ്കിലൊക്കെ പേജ് നമ്പറൊക്കെ ഷെയർ ചെയ്യാട്ടോ. ഓക്കെ, നമ്മള് പറഞ്ഞു അല്ലെ, ഇതൊന്നും വാക്സിനൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ആ വാക്സിനൊക്കെ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാനോ അല്ല അല്ലെ, പല പ്രാവശ്യം അത് പലതരം ഗവേഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ഫലം കണ്ടിട്ടാണ് ഈ വാക്സിനേഷൻ ഒക്കെ നടത്തുന്നത് അല്ലെ. കൊച്ചുകുട്ടികളെയൊക്കെ ധൈര്യപൂർവ്വ വാക്സിനേഷൻ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അതിന്റെ ഗവേഷണ റിസൾട്ടുകളൊക്കെ ഇപ്പൊ തിരിച്ചും ഇപ്പൊ കോവിഡ് വാക്സിൻ ഒക്കെ എടുത്തത് കൊണ്ട് പല പല ആശങ്കകളൊക്കെ ഉണ്ട് എല്ലാവർക്കും അല്ലെ. പക്ഷെ തീർച്ചയായിട്ടും ഒരുപാട് ഗവേഷണങ്ങൾക്ക് ശേഷമാണ് എന്ത് കാര്യം നമ്മൾ പ്രയോഗിക്കുള്ളൂ അല്ലെ, ഹ്യൂമൻ ബീയിങ്ങില് പ്രയോഗിക്കുള്ളൂ, അപ്ലൈ ചെയ്യുള്ളൂ. സോ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള റിസർച്ച് നടത്തുന്ന ഫങ്ഷൻസിനും ഹോസ്പിറ്റലിലെ പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ്. നമുക്കറിയാം അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ട് അവൈലബിൾ ആണെങ്കിലാണ് ഗവേഷണ സാധ്യതകൾക്കൊക്കെ അവിടെ സൗകര്യങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലെ. അതിന് അത്യാവശ്യം നല്ല ഒരു ഫെസിലിറ്റി അവിടെ പ്രത്യേകമായിട്ട് ആവശ്യമാണ്. ചിലപ്പോൾ നമുക്കറിയാം ചില വിഭാഗത്തിന്റെ ഗവേഷണം മാത്രമായിരിക്കും നടക്കുന്നത് അല്ലെ. ഒരു സ്പെഷ്യലൈസ് ചെയ്ത കാർഡിയോളജി വിഭാഗത്തിന്റെ മാത്രം വലിയൊരു ഹോസ്പിറ്റലാണെങ്കിൽ അതിന്റെ ഗവേഷണങ്ങളും കൂടി ചിലപ്പോൾ അതിനോടൊപ്പം ചേർന്ന് അവിടെ നിർവഹിക്കുന്നുണ്ടാവും. അങ്ങനെ ഏതൊരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലാണ് അതിന്റെയും കൂടി ഗവേഷണം നടത്താനുള്ള സൗകര്യങ്ങൾ അവിടെ അവൈലബിൾ ആകുന്നത്. ചെറിയൊരു ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ജസ്റ്റ് രോഗികളെ പരിചരിക്കുക, അവർക്ക് അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്ക് മാത്രം അല്ലെ, നമ്മൾ പറഞ്ഞ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക മാത്രമാണ് അവിടെ ലഭ്യമാക്കുകയുള്ളൂ. ഈ പറഞ്ഞ ഗവേഷണ സാധ്യതകൾക്കൊന്നും അവിടെ സാഹചര്യങ്ങളില്ല. അതേസമയം വലിയ വലിയ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ അതിന് ഇങ്ങനത്തെ ഒരു വിങ്ങും കൂടി അല്ലെ, റിസർച്ച് സെന്ററും കൂടി ഉണ്ടെങ്കിലാണ് ഇത്തരത്തിലുള്ള ഗവേഷണത്തിനുള്ള സാഹചര്യം അവിടെ അവൈലബിൾ ആകുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആയിരിക്കും അവിടെ ഗവേഷണ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആ പ്രവർത്തനത്തിൽ പങ്കാളിയാകുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ സെക്കൻഡറി ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതിലെല്ലാം നമ്മൾ കണ്ട ഒരു ഫംഗ്ഷൻ മാത്രമാണ് പ്രൈമറി ഫംഗ്ഷൻ ആയിട്ട് പറഞ്ഞത്. അതേതാണ്? അതേത് ഫംഗ്ഷനാണ് പ്രൈമറി ഫംഗ്ഷൻ? ക്യൂറേറ്റീവ് ഫംഗ്ഷൻ അല്ലെ. ഇതാണ് ഹോസ്പിറ്റലിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം. അതായത് രോഗി പരിചരണം, അവർക്ക് എഡ്യൂക്കേഷൻ, പ്രാഥമിക വിദ്യാഭ്യാസം, അതായത് ആ രോഗം വരാതിരിക്കാനുള്ള പ്രാഥമിക അതിന്റെ നടപടിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുക. അതാണ് ക്യൂറേറ്റീവ് ഫംഗ്ഷൻ, അതാണ് പ്രൈമറി ഫംഗ്ഷൻ. ബാക്കി എല്ലാ ഫംഗ്ഷൻസും സെക്കൻഡറി ഫംഗ്ഷൻസിൽ പെടുന്നതാണ്. അത് അതിന്റെ സൈസും വേരിയേഷൻസ് അനുസരിച്ചിട്ടാണ് അതൊക്കെ അവൈലബിൾ ആകുന്നത്. ഇപ്പൊ വാക്സിനേഷനും നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ വാക്സിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല അല്ലെ. ഉണ്ടാവോ? എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ വാക്സിനും പ്രൊവൈഡ് ചെയ്യും? ഇല്ല അല്ലെ. അതിന് പ്രത്യേകം അതിന്റെ സൈസിനും വേരിയേഷൻ അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതെല്ലാം സെക്കൻഡറി ഫംഗ്ഷനിൽ പെടുന്നതാണ്. വലിയ ഫംഗ്ഷൻ ആണെങ്കിലും ട്രെയിനിങ് ഫംഗ്ഷൻ ആണെങ്കിലും റിസർച്ച് ഫംഗ്ഷൻസ് ആണെങ്കിലൊക്കെ സെക്കൻഡറി ഫംഗ്ഷൻ ആണ്. അത് ആ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി അനുസരിച്ചിട്ടാണ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ ഹോസ്പിറ്റലിലും ട്രെയിനിങ് സൗകര്യങ്ങൾ ഉണ്ടാവില്ല അല്ലെ. അതിനനുസരിച്ചിട്ടുള്ള ചിലപ്പോൾ നേഴ്സിംഗ് സ്റ്റുഡൻസിനുള്ള സൗകര്യം ഉണ്ടാവും, പക്ഷെ ഡോക്ടേഴ്സിന് അല്ലെ അവിടെ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവണമെന്നില്ല. അത് ആ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് അതിന്റെ സൈസ് കാര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഇതിലേക്കുള്ള സൗകര്യങ്ങൾ കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ റിസർച്ച് ഫംഗ്ഷൻ നമുക്കറിയാം അതും ഒരു സെക്കൻഡറി ഫംഗ്ഷൻ ആണ്. എല്ലാ ഹോസ്പിറ്റലുകളും ഉണ്ടാവില്ല. അതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സൗകര്യമുള്ള ഹോസ്പിറ്റലാണ് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മള് കണ്ടതെന്നാണ് ഇത്. പിന്നെ പ്രത്യേകം പറയുന്നുണ്ട് ദാറ്റ് ഫോക്കസസ് ഓൺ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ഹെൽത്ത് ഓർ പ്രിവെൻഷൻ ഓഫ് ഡിസീസസ്. കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്, അതായത് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹെൽത്ത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മുടെ ആരോഗ്യം ഏറ്റവും കൂടി മെച്ചപ്പെടുത്താൻ ഇങ്ങനെയൊക്കെ നമുക്കറിയാം ഇന്ന ഭക്ഷണ സാധനങ്ങൾ കഴിക്കണം അല്ലെ. പഴയ കാലത്ത് ഇത്രയും അറിവൊന്നുമില്ല. ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യാൻ ഇപ്പൊ ഒരുപാട് ആൾക്കാർ എക്സസൈസ് ചെയ്യുന്നുണ്ട്. പഴയ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല. പഴയ കാലഘട്ടത്തിൽ എല്ലാ ജോലികളും ചെയ്യുമായിരുന്നു, അതുകൊണ്ട് എക്സസൈസിന്റെ ആവശ്യമില്ല പറയും. പക്ഷെ നമുക്കറിയാം നോളജ് ഇത്രയും മാത്രം നോളജ് ഒന്നും ആ കാലഘട്ടത്തിൽ ഇല്ല അല്ലെ. നമ്മൾ ഓരോന്നും അടിച്ച് മനസ്സിലാക്കുമ്പോൾ, ഓരോന്നും റിസർച്ച് നടത്തി കഴിയുമ്പോഴാണ് ഇതിന്റെ ആ ഒരു ഹെൽത്തിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് ഡിസീസസ് അല്ലെ, അസുഖം വരാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലായിട്ടാണ്
തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യുന്നതിന്റെ ഭൂരിഭാഗം പേര് നമുക്കറിയാം അത് അവർക്ക് ഇങ്ങനെ ഇന്ന അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അവരുടെ വെയിറ്റ് കൂടുന്നതനുസരിച്ചിട്ട് അല്ലെ, കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ പല പല ഉദ്ദേശത്തോടു കൂടി ഇന്ന അസുഖങ്ങൾക്ക് ഒരു പ്രിവെൻഷന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അല്ലെ. ഈ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതും തീർച്ചയായിട്ടും മെഡിസിൻ കാര്യങ്ങൾ വാക്സിനേഷനൊക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു അസുഖം വരാതിരിക്കാൻ മുൻകരുതലിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള റിസർച്ചുകളൊക്കെ. അതേപോലെ തന്നെ അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കണ്ടുപിടിക്കും അല്ലെ. അതിനൊക്കെ എന്തൊക്കെ നടത്തി തീർച്ചയായിട്ടും ഗവേഷണം നടത്തിയിട്ട് ഇപ്പൊ നമുക്കറിയാം ഹെൽത്തിന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലെ. തീർച്ചയായിട്ടും അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഈ റിസർച്ചുകളൊക്കെ. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററല്ലേ ആണോ? എനിക്ക് ഡൗട്ടുകളുണ്ടോ? ചാപ്റ്റർ ആണ്. പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഈ ചാപ്റ്ററിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങളൊന്നും ചോദിച്ചോട്ടെ. ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഏതൊക്കെ ഫങ്ഷൻസ് ആണ് പഠിച്ചു? അതെ, ഇനി ഈ ചാപ്റ്റർ ഒന്നും തുറക്കരുത് കേട്ടോ, കാരണം അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവണം. കാരണം അതിനേക്കാളും വലിയ ടഫുള്ള ചാപ്റ്റേഴ്സ് ഇങ്ങനെ കണക്ട് ചെയ്ത് PG ആയതുകൊണ്ട് പ്രിവെന്റീവ് ഫങ്ഷൻ. പിന്നെ അടുത്തത് ട്രെയിനിങ്, റിസർച്ച് അല്ലെ. ക്യൂറേറ്റീവ്, പ്രിവെന്റീവ്, ട്രെയിനിങ്, റിസർച്ച്. ഓക്കെ, ഏതിലാണ് ഈ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ ഏത് ഫംഗ്ഷനിലാണ് പെടുന്നത്? പ്രിവെന്റീവ്. ഓക്കെ, പ്രിവെന്റീവ് ഫംഗ്ഷനിലാണ് പെടുന്നത്. ഏതാണ് സെക്കൻഡറി ഫംഗ്ഷനിൽ ഏതൊക്കെ പെടാം? സെക്കൻഡറി ഫംഗ്ഷനിൽ റിസർച്ച് പെടും, ട്രെയിനിങ് പെടും, പ്രിവെന്റീവ് പെടും. ഓക്കെ, പ്രൈമറി ഫംഗ്ഷനിലോ ക്യൂറേറ്റീവ്. ഓക്കെ, പ്രൈമറി ഫംഗ്ഷൻസിൽ രണ്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണ്? പ്രൈമറി ഫംഗ്ഷനായ ക്യൂറേറ്റീവില് രണ്ട് കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണ്? പേഷ്യന്റ് കെയർ, മറ്റൊന്ന് പേഷ്യന്റ് കെയർ. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ, പേഷ്യന്റിന്റെ എഡ്യൂക്കേഷൻ എന്ന് മറക്കരുത്. പേഷ്യന്റിന്റെ കെയർ മാത്രമല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് പേഷ്യന്റിന് അല്ലെ. നമുക്കറിയാം അസുഖങ്ങൾ വരും, പരിചരണത്തിന് വരുമ്പോൾ അസുഖങ്ങൾ മാറ്റി അല്ലെ അവര് വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ തീർച്ചയായിട്ടും മെഡിസിൻസ് ഒക്കെ കൊടുക്കും. ചിലപ്പോൾ നമ്മൾ പറയും, ഡോക്ടേഴ്സ് പറയും 3 ദിവസം കഴിഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ വീണ്ടും വരണമെന്ന് പറയും. ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കും. തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്ത് പോയാൽ മാത്രമാണ് അസുഖങ്ങൾക്ക് ഒരു ഫൈനലൈസേഷൻ എത്തുള്ളൂ അല്ലെ. ഒരു പനിയാണെങ്കിൽ കൂടി നമുക്കറിയാം അത് ഡോക്ടറുടെ നിർദ്ദേശം എടുക്കാതെ വകവയ്ക്കാതെ വീണ്ടും പോയിട്ട് അല്ലെ. ഈ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന് വരുന്ന ഓക്കെ കുഴപ്പമൊന്നുമില്ല. കഴിച്ച് അല്ലെ വെള്ളത്തിന് തണുത്ത വെള്ളം കുടിച്ച് വീണ്ടും അവർക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യത. സോ പറയുന്ന നിർദ്ദേശങ്ങൾ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ പാലിച്ചു പോകേണ്ടതും ഈ കെയർ കൊടുക്കുന്നതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോ എങ്കിൽ മാത്രമാണ് നമുക്കറിയാം അസുഖങ്ങൾ പൂർണ്ണമായിട്ടും പോകുകയുള്ളൂ. സോ അതുകൊണ്ടാണ് അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. കെയർ കൊടുക്കുന്നതും അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ ടു പേഷ്യൻസ്. രണ്ടും ക്യൂറേറ്റീവ് ഫങ്ഷൻസിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. പക്ഷെ ഇനി അത് വീണ്ടും പഠിക്കാതിരിക്കാൻ തന്നെ ഇപ്പൊ തന്നെ അത് പഠിച്ചു പോവുക. ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ അല്ലെ ഇവിടെ പ്രത്യേകമായിട്ട് പ്രിവെന്റീവ് ഫങ്ഷൻസിൽ പെടുന്ന ഏതൊക്കെ ഫങ്ഷൻസ് ആണ് പറയുന്നത്? പ്രിവെന്റീവ് കെയറിൽ എന്തൊക്കെ ആണ് പറയുന്നത്? വാക്സിനേഷന്റെ കാര്യം എപ്പോഴും ഓർമ്മ ഉണ്ടാവും, പക്ഷെ മറ്റു കാര്യങ്ങൾ ചിലപ്പോൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. റൊട്ടീൻ കെയർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏത് ഫംഗ്ഷനിലാണ് വരുന്നത്? പ്രിവെന്റീവ് ഫംഗ്ഷനിലാണ്. അതേപോലെ തന്നെ റെഗുലർ ചെക്കപ്പ്, പേഷ്യന്റ് കൗൺസിലിംഗ്, മെഡിക്കൽ ടെസ്റ്റ് ഇതെല്ലാം വരുന്നത് എന്തിലാണ്? പ്രിവെന്റീവ് ഫംഗ്ഷൻസിലാണ്. പ്രഗ്നൻസി അല്ലെങ്കിൽ ന്യൂബോൺ അല്ലെ, അതായത് കുട്ടികൾക്കൊക്കെ നമുക്കറിയാം തീർച്ചയായിട്ടും ആ ടൈമിലൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് കുട്ടികളെ ഹാൻഡിൽ ചെയ്യണം അല്ലെ. അല്ലെങ്കിൽ പ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികളായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള വളർന്നു വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമുക്കറിയാം എപ്പോഴും കുട്ടികളെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യം തന്നെ അവർ വെയിറ്റ് നോക്കും. നമുക്കറിയില്ലേ, ചെല്ലുമ്പോഴും നോക്കും, പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധയോടുകൂടി നോക്കും അല്ലെ. കാരണം അവിടെ ആ വെയിറ്റിനനുസരിച്ച് കുട്ടിയുടെ മാസത്തിനനുസരിച്ചിട്ട് വെയിറ്റ് വെക്കുന്നുണ്ടോ എന്നുള്ളതാണ് മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം.
അല്ലെ? അതുകൊണ്ടാണ് അതിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ അസുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ കുട്ടി വളരുന്നുണ്ട് എന്ന് ഡോക്ടേഴ്സിനൊക്കെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ അത്തരം കാര്യങ്ങളാണ് പ്രിവെന്റീവ് ഫങ്ഷൻസിൽ വരുന്നത്. ട്രെയിനിങ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രെയിനിങ് അതൊക്കെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു ഫെസിലിറ്റിക്ക് അനുയോജ്യമായ രീതിയിലായിരിക്കും ട്രെയിനിങ് കാര്യങ്ങൾ ഉണ്ടാവുക. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ കോഴ്സസ് ഫോർ ദ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ പേഴ്സണൽ. നമുക്കറിയാം പ്രൊഫഷണൽ ആയിട്ട് ഏതെങ്കിലും തൊഴിൽ അതിന് അനുയോജ്യമായിട്ടുള്ള അല്ലെ, ഇപ്പൊ നഴ്സിംഗിന് അനുയോജ്യമായിട്ടുള്ള ട്രെയിനിങ് ഏത് ഹോസ്പിറ്റലാണ് അവൈലബിൾ അതനുസരിച്ചിട്ടാണ് അവർ പോകുന്നത്. ഒരു ടെക്നീഷ്യന് അത് നമുക്കറിയാം ഇപ്പൊ ലാബും കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പൊ ഇൻ കേസ് ഫാർമസി പോലും നമുക്കറിയാം കുറച്ച് നാളെങ്കിലും ട്രെയിനിങ് കിട്ടിയതിനു ശേഷമാണ് കോഴ്സ് കംപ്ലീറ്റഡ് ആയിട്ട് കഴിയില്ല അല്ലെ. എന്ത് കോഴ്സ് ആണെങ്കിലും പ്രത്യേകിച്ച് മെഡിക്കലുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ഏതാണെങ്കിലും അത് ജസ്റ്റ് അക്കാദമിക് ക്വാളിഫിക്കേഷനോട് കൂടി മാത്രം നമുക്കത് കോൺഫിഡൻസോട് കൂടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും എവിടെയെങ്കിലും കുറച്ച് നാളത്തെ ട്രെയിനിങ് അവിടെ ആവശ്യമാണ് അല്ലെ. ഇന്റേൺഷിപ്പ് ഒക്കെ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ആ കുറച്ച് സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ കുറച്ച് അല്ലെ ഒരു 2-3 മാസത്തെ ഒരു ട്രെയിനിങ് ഒക്കെ മതിയാവും. നല്ലൊരു ഇന്റേൺഷിപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും ട്രെയിനിങ് ഏതൊരു മെഡിക്കൽ ആയിട്ടുള്ള പ്രൊഫഷൻ എടുക്കുന്ന പേഴ്സൺസിന് ആവശ്യമായിട്ട് വരും. വരില്ലേ? സാധ്യതയുണ്ടോ? കോഴ്സ് മാത്രം കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിയിലേക്ക് കോൺഫിഡൻസോടുകൂടി കയറാൻ പറ്റുമോ? ഇല്ല അല്ലെ. തീർച്ചയായിട്ടും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ ട്രെയിനിങ് ആവശ്യമാണ്. എപ്പോഴും നമുക്കറിയാം നല്ല വലിയ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിലാണ് അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അത് ആ ഒരു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഒരു സെക്കൻഡറി ഫങ്ഷൻ ആണ്. റിസർച്ച് ഫങ്ഷൻ നമുക്കറിയാം അസുഖങ്ങൾ വരാതിരിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള വാക്സിനേഷന് മാത്രമല്ല നമ്മൾ ഗവേഷണം നടത്തുന്നത്. അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭേദമാക്കാനായിട്ട് ഏത് മെഡിസിനൊക്കെ ഉപയോഗിക്കാം, ഏത് രീതിയിലല്ലേ, അത് നമുക്കറിയാം വളരെ സൂക്ഷ്മമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് അല്ലെ. ഒരു തരത്തിലും അണുബാധകളൊന്നും സംഭവിക്കാത്ത രീതിയിൽ അത് അത്രയും കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിന്റെ റിസർച്ച് ഫങ്ഷൻസ് ഒക്കെ എല്ലാവർക്കും തീർച്ചയായിട്ടും നമുക്കറിയാം മിക്കവാറും ഹോസ്പിറ്റലിലും ഈ റിസർച്ച് ഫങ്ഷനുള്ള സൗകര്യം ഉണ്ടാവില്ല അല്ലെ. അത്ര മാത്രം വലിയ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിക്ക് വേണ്ടി മാത്രമുള്ള സെന്ററുകളിലൊക്കെയാണ് റിസർച്ചിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള ഫങ്ഷൻസും സെക്കൻഡറി ഫങ്ഷനാണ് ഹോസ്പിറ്റലിന്റെ ഫങ്ഷനായി പെടുന്ന കാര്യമാണ്. ഇത്രയും വലുതായിട്ടൊന്നും എല്ലാ ചാപ്റ്റേഴ്സും പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ ചെറിയ ചാപ്റ്ററുകൾ മറ്റേ എനിക്ക് 1-2 ചാപ്റ്റർ എടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനൊരു ചാപ്റ്ററുകൾ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡേ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മള് മറ്റൊരു ചാപ്റ്റർ നമുക്ക് അടുത്തൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇത് അത്യാവശ്യം ചൂടി വലിയ ചാപ്റ്റർ തന്നെയാണ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്യണ്ട അല്ലെ, 2 ദിവസമായതുകൊണ്ട് ഒരു ചാപ്റ്റർ ഇതിന്റെ പുറകിൽ തന്നെ എടുക്കുന്നല്ല. എന്നാലും ജസ്റ്റ് ഞാനൊരു ചാപ്റ്റർ 4 ആണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അത് പഠിച്ചിട്ടുണ്ടാവില്ലേ? HRM ഇതുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതായത് ഹോസ്പിറ്റലില് നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സസ് ആണ് അവിടെ കൂടുതലും ഉള്ളത്. നമുക്കുള്ള മിക്കവാറും ചാപ്റ്റേഴ്സ് ഒക്കെ ഏകദേശം അതിന് സമയമുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെയാണ്.
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള ആ ഹ്യൂമൻ ബീയിങ്ങിനെ നല്ല രീതിയിൽ ഹാൻഡിലൊക്കെ ചെയ്യേണ്ടതുണ്ട് അല്ലെ. അവിടെ നല്ല രീതിയിൽ വാച്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് സ്റ്റാഫിംഗ് ഒക്കെ കറക്റ്റ് അല്ലെ. ഏത് വേക്കൻസി ആണോ വന്നിരിക്കുന്നത് ആ വേക്കൻസിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ കണ്ടെത്തി അവിടെ സ്റ്റാഫിംഗ് ഒക്കെ നടത്തേണ്ടതുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് എല്ലാവരെയും നല്ല രീതിയിൽ ഏകോപിപ്പിച്ച് അല്ലെ എല്ലാം മുന്നോട്ട് പോയാലാണ് ഒരു മാനേജ്മെന്റ് ഹോസ്പിറ്റലിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് മിഷനൊക്കെ അവിടെ ഉണ്ടെങ്കിലും മോസ്റ്റ്ലി നമുക്കറിയാം ഹ്യൂമൻ ബീയിങ് ആണ് അവിടെ ഡ്യൂട്ടി ചെയ്യുന്നത് അല്ലെ. ഡോക്ടേഴ്സ്, നഴ്സുമാര്, ടെക്നീഷ്യന്മാരൊക്കെ ആരാണ് ഹ്യൂമൻ അല്ലെ എംപ്ലോയീസ് ആണ്. ആ തൊഴിലാളികളെല്ലാം നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പോയാൽ മാത്രമാണ് അല്ലെങ്കിൽ അത് നല്ല രീതിയിലുള്ള എഫേർട്ട് കാഴ്ചവെച്ചാലാണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ സർവീസ് പേഷ്യൻസിന് സ്വീകാര്യമാകുള്ളൂ അല്ലെ. അല്ലെങ്കിൽ പേഷ്യൻസ് ഹാപ്പി ആയിരിക്കില്ല. നമ്മൾ പറഞ്ഞ അല്ലെ മിക്കവാറും ചാപ്റ്റേഴ്സിലൊക്കെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ചാപ്റ്റേഴ്സ് ആണ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ആ സ്റ്റാഫുകള് നല്ല രീതിയിൽ തന്നെ ആവശ്യം അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഫസ്റ്റ് ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഷെയർ ചെയ്ത് തന്നെ അനുസരിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നോ? ഫസ്റ്റ് ചാപ്റ്ററിൽ ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ ആദ്യത്തെ ചാപ്റ്ററിൽ? ഉദ്ദേശമൊന്നുമില്ല. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞില്ലേ ആ ചാപ്റ്റർ? ഓക്കെ അല്ലേ? ഞാനിപ്പോ ചാപ്റ്ററിൽ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടില്ലേ? ഓക്കെ അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. കളയണ്ടല്ലോ. ഓക്കെ, അപ്പോ ബോറാവില്ലല്ലോ? ഇല്ല അല്ലെ. അപ്പൊ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. നമ്മൾ ജസ്റ്റ് ഇപ്പോലെ പറഞ്ഞു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതിന്റെ കാര്യം നമുക്കറിയാം. അവിടെ ധാരാളം ചാപ്റ്റേഴ്സ് അതുമായി ബന്ധപ്പെട്ട് പഠിച്ചു പോയിട്ടുണ്ട് അല്ലെ. മിക്കവാറും ചാപ്റ്റേഴ്സിൽ നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്ങിന് ഒരുപോലെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതുകളുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് ആണ് കൂടുതലായിട്ടുള്ള അസറ്റ് ആ ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നതിൽ ഒരു മെയിൻ അസറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. കാരണം ആ ഹ്യൂമൻ റിസോഴ്സസ് നല്ല എഫിഷ്യന്റ് ആണെങ്കിൽ അവിടെ നിന്ന് ലഭ്യമാകുന്ന സേവനം നല്ല ബെറ്റർ ആയിരിക്കും. തീർച്ചയായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ. നല്ല ഡോക്ടേഴ്സിന്റെ സേവനം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും പേഷ്യൻസ് അല്ലെ. ഇപ്പോ നമുക്കറിയാം എന്താ പറയുക ഹോസ്പിറ്റലിൽ കൂടിയാലും വേണ്ടിയില്ല നല്ല പരിചരണം കിട്ടുന്നിടത്ത് എത്തിപ്പെടാനായിട്ട് പേഷ്യൻസ് ശ്രമിക്കും. കാരണം അത്രയ്ക്കും കഴിവ് അല്ലെ ആ റിസോഴ്സസിന് അത്രയും കഴിവ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നേടിയെടുക്കാനായിട്ട് പേഷ്യൻസ് തയ്യാറാണ് അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഏതാണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ് അല്ലെ. ഒരു ബിസിനസ് എന്ന നിലയിൽ തീർച്ചയായിട്ടും അതിന്റെ നല്ല രീതിയിലുള്ള കൈകാര്യമാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നടപ്പാകുന്നത്. The administration consists of medical and health service managers, sometimes called healthcare executives and healthcare administrators and their assistants. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ഈ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ അല്ലെ ഭരണ നിർവഹണ കാര്യങ്ങളൊക്കെ നടത്തുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ഏറ്റവും തലപ്പത്തിരിക്കുന്നവരാണ് ഈ അവിടെയുള്ള എംപ്ലോയീസിനെയൊക്കെ അല്ലെ കോർഡിനേറ്റ് ചെയ്ത് ഡയറക്ട് ചെയ്തൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഈ ഭരണ നിർവഹണത്തിലുള്ളവരെ നമുക്ക് വ്യത്യസ്ത പേരുകളിലൊക്കെ അറിയപ്പെടാം. Administration consists of medical and health service managers, sometimes called അല്ലെ അവിടെ നമ്മൾ വിശേഷിപ്പിക്കാം. അവരെ വേണമെങ്കിൽ ഹെൽത്ത് സർവീസ് ലഭ്യമാകുന്ന മാനേജേഴ്സ് ആണെന്ന് വിശേഷിപ്പിക്കാം. അതല്ലെങ്കിൽ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് എന്ന് വിശേഷിപ്പിക്കാം. അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് ദെയർ അസിസ്റ്റൻസ് അല്ലെ. അങ്ങനെ അവര് അല്ലെ അവിടെയുള്ള അവരുടെ കീഴിലുള്ള എംപ്ലോയീസിനെയൊക്കെ ആ ഹ്യൂമൻ റിസോഴ്സിനെയൊക്കെ നല്ല രീതിയിലൊക്കെ കൈകാര്യം ചെയ്ത് അവർക്ക് ആവശ്യമായ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഡയറക്ട് ചെയ്ത് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിച്ച് നല്ല ഒരു സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്ന ആ തലപ്പത്തുള്ള വ്യക്തികളെയൊക്കെ നമുക്ക് വേണമെങ്കിൽ വ്യത്യസ്ത പേരുകളിൽ നിർവഹിച്ചിരിക്കാനായിട്ട് സാധിക്കും. അത് അണ്ടർലൈൻ ചെയ്യുക. കാരണം വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടണം. Administration consists of medical and health service managers എന്ന് വേണമെങ്കിൽ വിളിക്കാം. Sometimes healthcare executives എന്ന് വിളിക്കാം. Then healthcare administrator and their assistants.
അല്ലെ? ആ രീതികളിലൊക്കെ തന്നെ ഈ പറഞ്ഞ വ്യക്തികളെ നമുക്ക് നിർവചിക്കാം. അപ്പൊ ആ ഒരു കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ കണ്ടു 3 പേരിൽ അത് അറിയപ്പെടുന്നത് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി. Then administration ranges in size and the duties of the administrator vary with the size and the complexity of the hospital. ഓക്കെ, ഇവിടെ നമുക്കറിയാം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ റോൾ ആയിരിക്കും. വലിയ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് റോളൊക്കെ വ്യത്യസ്തമായിരിക്കും അല്ലെ? അവിടെ HR ഡിപ്പാർട്ട്മെന്റ് ഒക്കെ തന്നെ വേറെ ഉണ്ടാവും. കാരണം ഹ്യൂമൻ റിസോഴ്സ് കാര്യങ്ങൾ, അവിടെ ഹ്യൂമൻ റിസോഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് HR ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്കൊക്കെ ഇവര് പറയും ഈ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എംപ്ലോയർമാൻ അല്ലെങ്കിൽ തൊഴിലുടമയെ മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ കാര്യങ്ങളൊക്കെ എടുത്താൽ മതി. അതേസമയം ചെറിയ ചെറിയ ഹോസ്പിറ്റൽ ആളുകൾ നമുക്കറിയാം ഓവറോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ് എല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യാനാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ റേഞ്ചിങ് സൈസ് and the duties of the administrator vary with the size and the complexity of the hospital. ഹോസ്പിറ്റലിന്റെ ആ സങ്കീർണതയും സൈസും അനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഡ്യൂട്ടികളായിരിക്കും ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ക്ലിയറല്ലേ? ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓക്കെ അല്ലെ? അഡ്മിനിസ്ട്രേറ്റർ എന്നാൽ എന്താണെന്നുള്ളത് ഓക്കെ. Administration includes the following activities are termed as POSP, CORP, post form. അതെന്താണെന്നുള്ളതാണ് താഴെ പറയുക. പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഇത് എപ്പോഴും ചോദ്യത്തിൽ വരാറുള്ളതാണ്. ഈ ഒരു വലിയൊരു അബ്രിവേഷൻ വരുമ്പോൾ അവിടെ കൊണ്ടുകൊണ്ട് അവരെന്ത് ചെയ്തു എന്തെങ്കിലും അല്ലെ കോർഡിനേറ്റിംഗിന് പേരെ ചിലപ്പോൾ കൺട്രോളിംഗ് പറയും. എന്തെങ്കിലും കൊണ്ട് നമ്മളെ ചേർക്കും. അപ്പൊ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും എന്താന്നുള്ളത്. പക്ഷെ നമ്മൾ ജസ്റ്റ് ആ ഒരു ഹ്യൂമനെ വെച്ച് നോക്കിയാൽ മതി. ഒരു ഹോസ്പിറ്റലിൽ ഒരു വേക്കൻസി വന്നു, വേക്കൻസി വരാൻ സാധ്യതയുണ്ടെങ്കിൽ പ്ലാൻ അത് ഇമ്പോർട്ടന്റ് ആണ്. ആ പ്രിവെൻഷൻ നിങ്ങൾ ഇങ്ങനെ തന്നെ ഓർഡർ ആയിട്ടൊക്കെ പഠിച്ചിരിക്കുക. അത് ഞാൻ പഠിക്കാനായിട്ടുള്ള ഒരു എളുപ്പവിദ്യ ഞാൻ പറഞ്ഞുതരാം. ഹോസ്പിറ്റലിൽ ഒരു വേക്കൻസി വരികയാണ്. വേക്കൻസി വരുന്നത് മുൻകൂട്ടി കാണണം അല്ലെ? അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെ എപ്പോഴും വേക്കൻസി വരാൻ ചാൻസ് ഉണ്ട്. മുൻകൂട്ടി കണ്ടുകൊണ്ട് എപ്പോഴും ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ അല്ലെ അവിടെ ശ്രദ്ധിച്ച് ആലോചിച്ച് വെച്ചേക്കേണ്ടതാണ് അല്ലെ? തീർച്ചയായിട്ടും ഒരു പ്ലാനിങ് വേണം. ദെൻ ഓർഗനൈസിങ്, എങ്ങനെയാണ് ഇവരെ കണ്ടെത്തുന്നത്? റിക്രൂട്ട് ചെയ്യുന്നവരെ കണ്ടെത്തണോ? അതല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണിൽ നിന്ന് തന്നെ ആ വേക്കൻസി ഫില്ല് ചെയ്യണം. അങ്ങനെയൊക്കെ ഒരു ഓർഗനൈസിങ്, ഒരു ചട്ടക്കൂട് ഇവർ തന്നെ ആലോചിക്കേണ്ടതാണ്. വേക്കൻസി വരാമെന്നത് പ്ലാൻ ചെയ്യാം, ദെൻ ഓർഗനൈസ് ചെയ്യാം. സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് നമുക്കറിയാം അനുയോജ്യമായ പേഴ്സണെ ആ വേക്കൻസിയിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യണം അല്ലെ? എന്താണോ വേക്കന്റ് ആയിട്ട് വന്നിരിക്കുന്നത്, ഏത് ടെക്നീഷ്യന്റെ വേക്കൻസി ആയിരിക്കും, ഒരു ക്ലർക്കിന്റെ വേക്കൻസി ആയിരിക്കും, ഒരു നഴ്സിന്റെ വേക്കൻസി ആയിരിക്കും. ആ വേക്കൻസിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സണെ നമ്മൾ കണ്ടെത്തിയിട്ട് അപ്പോയിന്റ് ചെയ്യണം അല്ലെ? അതാണ് സ്റ്റാഫിംഗ്. അപ്പൊ തീർച്ചയായിട്ടും പ്ലാനിങ് വേണം. പ്ലേസിംഗ് റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ജോബ്. ഓക്കെ, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്. അവരെ വെറുതെ ജസ്റ്റ് കൊണ്ടുവന്ന പ്രസിഡന്റ് കൊടുത്താൽ പോലെ അവർക്ക് എന്താണ് ജോലി എന്നുള്ളത് ഒരു ഡയറക്ഷൻ കൊടുക്കണം അല്ലെ? ഇതാണ് നിങ്ങളുടെ ഡ്യൂട്ടി, ഇതൊക്കെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഡയറക്ഷൻ കൊടുക്കണം. ഓക്കെ, ഇങ്ങനെയൊക്കെ ഡയറക്ഷൻ ഒക്കെ കൊടുത്ത് എല്ലാ എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ഒന്ന് ശ്രദ്ധയില്ലാതെ നമുക്കറിയാം ഒരു മെയിൻ ആയിട്ടൊരു എയിം ഉണ്ട്, പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്ത് സർവീസ് കൊടുക്കുക എന്നുള്ളൊരു മെയിൻ ലക്ഷ്യമാണ് ഹോസ്പിറ്റലൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഇടയിൽ നല്ലൊരു ഹോസ്പിറ്റൽ എന്നുള്ളൊരു പേര് നേടിയെടുക്കണം എന്നുള്ള ലക്ഷ്യങ്ങളാണ് ഏതൊരു ഹോസ്പിറ്റലും ഉണ്ടാവുക. സോ അതിലേക്ക് എല്ലാ പ്രവർത്തനങ്ങളെയും കോർഡിനേറ്റ് ചെയ്യണം, ഏകോപിപ്പിച്ച് കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കോർഡിനേറ്റ് ചെയ്യുക, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റ്. ഇതെല്ലാം തന്നെ എപ്പോഴും റിപ്പോർട്ട് ചെയ്ത് പോവാം. ഇതെല്ലാം തന്നെ ഓക്കെയാണ് അല്ലെ? അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തേക്ക് ഇന്ന കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. വേക്കൻസി വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റ്. ഓക്കെ, ആ ഒരു ഓർഡറിലേക്ക് പഠിച്ചു കഴിഞ്ഞാൽ ബൈപ്പാർട്ടായിട്ട് പഠിക്കേണ്ട, ജസ്റ്റ് ആ ഒരു അബ്രിവേഷൻ പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ അധികം എടുക്കുന്നില്ല, നിർത്തിയാണ്. അപ്പൊ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചേ ഉള്ളൂ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വരാം. അപ്പൊ ഈ ഒരു അബ്രിവേഷൻ ജസ്റ്റ് കൊണ്ടുവരാം. ഓക്കെ, ക്ലിയർ ആണോ?
ആണോ? ക്ലാസ് ഇങ്ങനെ മൂവ് ചെയ്ത് പോയാൽ മതിയോ? ഞാനിപ്പോ മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ മതിയോ? ഓക്കെ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇന്നത്തെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? Yes. Okay. Okay, Anama. Thank you, Miss. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എന്തായാലും നിങ്ങൾ പഠിച്ചു വയ്ക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Thank you, Miss. Thank you, ma'am.